പ്രതിപക്ഷ നിരക്ക് കരുത്തു പകരാൻ ഇതാ നമ്മുടെ നാട്ടിൽ നിന്ന് ജയിപ്പിച്ച ഒരാൾ കൂടി ഇന്ന് പാർലമെന്റിലേക്ക് എത്തി. പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ. പ്രിയങ്ക ഗാന്ധി അവിടെ എത്തി. കേരള സാരി അണിഞ്ഞാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തുന്നത്. പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞാ ദിനം ആഘോഷമാക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. വയനാട്ടിലുമൊക്കെ ഇന്ന് ആഘോഷ പരിപാടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് വയനാട്ടിലുമൊക്കെ പ്രവർത്തകർ ഉള്ളത്. അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, അങ്ങനെ കന്നി അംഗത്തിൽ ആർക്കും അവകാശപ്പെടാൻ പോലും കഴിയാത്തത്ര വലിയ ഭൂരിപക്ഷമൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് എത്തുകയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക്. എപ്പോഴാണ് സത്യപ്രതിജ്ഞ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു, ദിവീഷ്, 11 മണിക്ക് കൃത്യം 11 മണിക്ക് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ. അവർ MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത് വയനാടിൻ്റെ MP ആയി പാർലമെന്റിൽ ലോക്സഭയിൽ ആദ്യം സംസാരിക്കുന്നത് തന്നെ വയനാടിന് വേണ്ടിയായിരിക്കും. വയനാടിന് വേണ്ടി കേന്ദ്ര സഹായത്തിന് വേണ്ടി ശബ്ദമുയർത്തിയായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റിനകത്ത് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധി പങ്കെടുക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്. ഒപ്പം തന്നെ എന്തായാലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടിയുണ്ട്. രാവിലെ 10 മണിയോട് കൂടിയായിരുന്നു അവർ വസതിയിൽ നിന്നും ഇറങ്ങിയത്. കേരള സാരി എല്ലാം തന്നെ അണിഞ്ഞ് അവിടെ നിന്ന് നേരെ 10 ജനപത്തിലുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പോയിരുന്നു. അവിടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്ന്, സോണിയയും രാഹുലും പ്രിയങ്കയും കൂടെ ചേർന്നാണ് അല്പസമയം മുൻപ് പാർലമെന്റിലേക്ക് എത്തിയത്. അവരെത്തിയ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ ആരവത്തോടു കൂടിയാണ് പ്രവർത്തകർ അവരെ സ്വീകരിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും 10 ജനപത്തിൽ വെച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം അവിടെ കൊടികൾ ഉയർത്തി അവർക്ക് ആദരവർപ്പിച്ചു. അവർക്ക് വലിയ രീതിയിൽ ആഘോഷങ്ങളും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 3 പേരും ചേർന്ന് സോണിയാഗാന്ധിയും പ്രിയങ്കയും രാഹുലും ഒന്നിച്ച് പാർലമെന്റിലേക്ക് വന്നു. എന്തായാലും ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയായിരിക്കണം കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ആകെ മൊത്തം സ്ട്രാറ്റജി ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും എന്നുള്ള കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനാണ്. 11 മണിക്ക് പാർലമെന്റ് ആരംഭിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയായിരിക്കും. അതുപോലെ തന്നെ നാൻഡഡിൽ നിന്ന് ജയിച്ചു കയറിയ കോൺഗ്രസിന്റെ മറ്റൊരു MP കൂടിയുണ്ട്. അവരുടെയും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ലോക്സഭാ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അപ്പോഴും പ്രക്ഷുബ്ധമാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദാനി വിഷയത്തിലടക്കം ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അദാനി വിഷയമടക്കം ചർച്ച ചെയ്യാതെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അനുവദിക്കില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സമ്പൽ വിഷയം, മണിപ്പൂർ കലാപം, ഒപ്പം തന്നെ വയനാടിന് കേന്ദ്ര സഹായം വൈകുന്നു എന്നുള്ള കാര്യം ഉയർത്തി പ്രിയങ്ക സംസാരിക്കാൻ പോകുന്നത്, അവരുടെ ആദ്യം തന്നെ അവർ ഉന്നയിക്കാൻ പോകുന്ന വിഷയം അതായിരിക്കുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അടക്കമുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രിയങ്ക എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 11 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. അതിനുശേഷം ഏത് രീതിയിലായിരിക്കും പാർലമെന്റിൽ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി, ഏതൊക്കെ രീതിയിൽ പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യമാണ് ഇനി കാണാൻ കിടക്കുന്നത്. ശരി, എന്തായാലും 11 മണിക്കാണ് പാർലമെന്റ് നടപടികൾ ആരംഭിക്കുക. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ അടക്കം നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. വളരെ ആവേശത്തോടെ ആഘോഷത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്കയെ സ്വീകരിക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒപ്പമുണ്ട്. കേരള സാരി അണിഞ്ഞ് ആദ്യമായി തന്നെ വയനാടിന് വേണ്ടി സംസാരിക്കാനുള്ള ഒരു അവസരം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ വയനാട്ടുകാരും കാത്തിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ വയനാടിന് സഹായങ്ങൾ ലഭ്യമാക്കാൻ ഒരു MP എന്ന നിലയിൽ പ്രിയങ്കയുടെ ഇടപെടലുകൾ സാധ്യമാകും എന്നതാണ് അവിടുത്തെ വോട്ടർമാർ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ സമയത്ത് തന്നെ വയനാട് വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം.